കേരള കോൺഗ്രസിന്റെ UDF പ്രവേശനം UDFൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി. ആശയപരമായി യോജിക്കുന്നവരുമായി സഹകരിക്കാമെന്നാണ് UDFന്റെ നിലപാട്. കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുത്താലും തങ്ങളെ ബാധിക്കില്ല എന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDF അല്ല, കേരളത്തിൽ ചർച്ചയായി. കാരണം കേരള കോൺഗ്രസ് അവരുടെ മേഖലയിലൊക്കെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു. അപ്പോൾ ഇനി അവരിടത് മുന്നണിയിൽ നിൽക്കുക എന്നുള്ള ചർച്ച ആയി. ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഞങ്ങളല്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ ജയിച്ചിരിക്കുന്നവർ ചർച്ച ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ അതിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് നിലപാട് അവരെടുത്താലും ഞങ്ങളെ ബാധിക്കൂല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പൊതു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആശയപരമായി യോജിക്കുന്നവർ വന്നാൽ എടുക്കാം. അവരോട് ആശയപരമായി വിയോജിപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വന്നാൽ സ്വാഗതം ചെയ്യും എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ അജണ്ട അവർ വരുന്ന കാര്യം അവർ വേറെ കക്ഷിയിലിരിക്കുന്നതല്ലോ, മുന്നണിയിലിരിക്കുന്നതല്ലോ. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജ്തബ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നത് കേരള കോൺഗ്രസ് മുന്നണി വിടുമോ എന്നുള്ള കാര്യം തന്നെയാണ്, UDFലേക്ക് എത്തുമോ എന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ UDF നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? മാണി വിഭാഗവുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്നാണോ? ആദ്യം ഈ ചർച്ചകളെ തള്ളിക്കൊണ്ട് ജോസ് കെ മാണിയും അതിനുശേഷം പിന്നീട് പാർട്ടിയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം വീണ്ടും വളരെ വിപുലമായ ഒരു വാർത്താ സമ്മേളനവും നടത്തി ഈ വാർത്തകളെ തള്ളി കേരള കോൺഗ്രസ് മാണി വിഭാഗം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. അതിനുശേഷമാണ് കുറെ കൂടി പരസ്യമായി, കുറെ കൂടി കോൺക്രീറ്റ് ആയ ഒരു നിലപാടുമായി ഇപ്പോൾ UDF നേതൃത്വം രംഗത്ത് വരുന്നത്. അതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു നീക്കം ഉണ്ടായിട്ടില്ല, UDFനകത്ത് ചർച്ചയായിട്ടില്ല. പക്ഷെ പൊതുജനത്തിനിടയിൽ ഒരു ചർച്ചയായിട്ടുണ്ട്. അത്തരമൊരു നീക്കമുണ്ടെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ എന്നാണ് ഞങ്ങളും കരുതിയതെന്ന് കുറെ കൂടി ലിബറലായ ഒരു സ്വഭാവത്തിൽ ഞങ്ങൾ അതിന് ശ്രമിച്ചിട്ടില്ല. കുറെ കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കം തന്നെ ഉണ്ടായിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് UDF നേതാക്കൾ പറയുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് അതാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. പക്ഷേ കുറെ കൂടി അത്തരമൊരു നീക്കത്തിന് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് കേരള കോൺഗ്രസിന്റെ വിഷയത്തിൽ മാത്രം ഞങ്ങൾ ഒരു പിന്നാമ്പുറ ചർച്ച നടത്തിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സതീശൻ വ്യക്തമാക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായി തന്നെ UDFന്റെ അടിത്തറ വിപുലപ്പെടുത്തും എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിൽ വ്യക്തികളുണ്ടാകും, രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ടാകും. വിസ്മയം എന്നൊരു വാക്കിനെ എന്തിനാണ് അടർത്തിയെടുത്ത് കൃത്യമായി തന്നെ ഒരു ആസൂത്രിതമായ ഒരു പ്ലാൻ നടപ്പിലാക്കുന്നത് എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നത്. അതിന് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഐഷ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ വരുമ്പോ അത് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ അതെങ്ങനെ വിസ്മയമാകും എന്നൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ജോസ് കെ മാണി വിഭാഗത്തിന്റെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പരസ്യ നിലപാട് വന്നതിന് ശേഷം UDF അത്തരത്തിൽ ഒരു പരസ്യമായ സമീപനം സ്വീകരിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് നേതൃത്വം പങ്കുവെക്കുന്നത്. അമൃത.